കാട് കട്ടവൻ്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും. ഏതാ മൂഡ്? വേടൻ്റെ മൂഡ്. അത് വെച്ചിട്ട് വേണം ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടൻറ്റ് ചെയ്യാൻ. എന്നെപ്പോലെ തന്നെ നിങ്ങളും കണ്ടു കാണും. നമ്മുടെ ശ്രീശാന്തിന് 3 വർഷം വിലക്ക് വന്നിരിക്കുകയാണ്. KCA നടപടി. അപ്പോൾ ശ്രീശാന്തിന് എന്ത് കാരണം കൊണ്ടാണ് വിലക്ക് കിട്ടിയത്, ഈ വിലക്ക് എന്ത് കാരണങ്ങൾ കൊണ്ട് വന്നതായിരിക്കാം എന്നുള്ള ഇന്നർ സാധനമൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഫൈൻ. അപ്പോൾ ആദ്യം നമുക്ക് ശ്രീശാന്തിന് വിലക്ക് വന്ന നടപടി, അതിൻ്റെ ന്യൂസ് ഞാനൊന്നുകൂടെ പ്ലേ ചെയ്യാം. സീരിയൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്താതിരുന്നത് വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിൽ നിന്ന് സഞ്ജുവിനെ തഴഞ്ഞതുകൊണ്ടാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ആ സമയത്താണ് ശ്രീശാന്ത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ KCAക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത്. എന്ത് തരത്തിലുള്ള പിന്തുണയാണ് KCA സഞ്ജു അടക്കമുള്ള താരങ്ങൾക്ക് നൽകുന്നത് എന്നും ഈ കളിയുമായി ക്രിക്കറ്റുമായി ബന്ധമില്ലാത്ത ആളുകളാണ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഉള്ളത് തുടങ്ങിയ പരാമർശങ്ങളാണ് അന്ന് ശ്രീശാന്ത് നടത്തിയത്. അതിന് പിന്നാലെ ശ്രീശാന്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന KCAയുടെ ജനറൽ ബോഡി യോഗമാണ് ഇപ്പോൾ ശ്രീശാന്തിനെ 3 വർഷത്തേക്ക് വിലക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. KCAക്കെതിരെ ശ്രീശാന്ത് നടത്തിയ പരസ്യ പ്രസ്താവന സത്യവിരുദ്ധവും അപമാനകരവുമാണ് എന്നാണ് ഇപ്പോൾ KCAയുടെ വിലയിരുത്തൽ. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം ഏരീസ് ടീമിന്റെ സഹ ഉടമയാണ് ശ്രീശാന്ത്. വിലക്ക് കാരണം ശ്രീശാന്തിന് KCA വേദികളിൽ എത്താനാകില്ല. KCA ഭാരവാഹികളുമായി സംസാരിക്കുമ്പോൾ നേരത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഉടമയായ ഷാരൂഖ് ഖാന് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ വിലക്കിന് സമാനമായ വിലക്കാണ് ഇത് എന്നുള്ളൊരു വിശദീകരണമാണ് അവർ നൽകുന്നത്. KCA വേദികളിലോ KCA പരിപാടികളിലോ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് അവർ വിശദീകരിക്കുന്നത്. സഞ്ജുവിന്റെ അച്ഛൻ സാംസൺ വിശ്വനാഥിനെതിരെ മാനനഷ്ട കേസ് നൽകാനും KCA തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിവാദം ഉണ്ടായ സമയത്ത് KCAക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയിരുന്ന ആലപ്പി റിപ്പിൾസ് ടീം കേരള ക്രിക്കറ്റ് ലീഗിലെ ഒരു ടീമാണ്. അതോടൊപ്പം തന്നെ ശ്രീശാന്തിന്റെ കൊല്ലം ഏരീസ്, ഈ 2 ഫ്രാഞ്ചൈസികൾക്ക് നൽകിയിട്ടുണ്ട്. ആ വിശദീകരണം അംഗീകരിച്ച് ഇരു ഫ്രാഞ്ചൈസികൾക്കുമെതിരെ കൂടുതൽ നടപടി സ്വീകരിക്കില്ല എന്ന നിലയിലാണ് ഇപ്പോൾ KCAയുടെ തീരുമാനം. ശ്രീശാന്ത് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം ഈ KCAയുടെ വിശദീകരണം കുറിപ്പ് പ്രസ് റിലീസ് കിട്ടിയതിനു ശേഷം അഭിഭാഷകരുമായി ആലോചിച്ച് അടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള സൂചനകളാണ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ക്രിക്കറ്റൊക്കെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന, കേരള ക്രിക്കറ്റിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതൊക്കെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഏകദേശം കാര്യം കത്തിക്കാണും. സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രൈഡ്, നമ്മുടെ അഭിമാനമായ സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ സ്ക്വാഡിലേക്ക് സെലക്ഷന് പോലും കൺസിഡർ ചെയ്യാത്തൊരവസ്ഥയിൽ വന്നത് വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി സഞ്ജു ടീമിലില്ല എന്നുള്ളതായിരുന്നു. ഞാനും വന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീശാന്തിന് ഈ എൻക്വയറി, അന്വേഷണം, നോട്ടീസൊക്കെ കൊടുത്തതിന് ശേഷമാണല്ലോ ഈ 3 വർഷം വിലക്ക് വന്നത്. ഇതേ ടൈം ഫ്രെയിമിൽ എനിക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നെയും 3 മാസത്തെ എൻക്വയറി. ഓക്കെ, ഞാൻ മലപ്പുറം ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷനിൽ കളിക്കുന്ന ഒരാളാണ്. അതിൻ്റെ അണ്ടറിൽ ലീഗ് കളിക്കുന്ന ഒരാളാണ്. ലോർഡ്സ് ക്രിക്കറ്റ് അക്കാഡമി എന്ന് പറഞ്ഞ ടീമിലാണ് ഞാൻ ലീഗ് കളിക്കുന്നത്. സോ മലപ്പുറം ഡിസ്ട്രിക്ട് അസോസിയേഷൻ്റെ സെക്രട്ടറിക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി അയച്ച മെയിലിൻ്റെ ഒരു കോപ്പി ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. 18/1/2025 19/1/2025 സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ ചാനലിൽ ഇരുന്നു കൊണ്ട് സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഞാൻ KCA എന്ന് പറഞ്ഞ ആ ഒരു അസോസിയേഷനെ കുറിച്ച് ഫോൾസ് ആൻഡ് ഡെലിഗേറ്ററി കമൻറ്റ്സ് പറഞ്ഞു എന്നും അതിൻ്റെ ഓഫീസ് ബാരിയേഴ്സിനെ കുറിച്ചും ആ വീഡിയോയിൽ ഇതേപോലത്തെ കമൻറ്റ്സ് അടിച്ചു എന്നും പറഞ്ഞിട്ടാണ് എനിക്കെതിരെ നോട്ടീസ് ഇട്ടിട്ടുള്ളത്. ഒക്കെ സെയിം ശ്രീശാന്തിനിട്ട അതേപോലത്തെ നോട്ടീസ് തന്നെയാണ് എനിക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 3 മാസത്തെ എൻക്വയറി പീരീഡാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ശ്രീശാന്ത് പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുത്ത് കാണണം, അല്ലെങ്കിൽ ടൈം പീരീഡ് ശ്രീശാന്തിൻ്റെ കുറവായതുകൊണ്ടായിരിക്കണം ശ്രീശാന്ത് റിപ്ലൈ കൊടുത്തതിന് ശേഷം ശ്രീശാന്തിനെതിരെ ഇപ്പോൾ ഈ നടപടി എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ നാളെയാണ്, ഇപ്പം ഞാനതിൻ്റെ എന്ത് ഞാൻ റിപ്ലൈ കൊടുത്തു, എങ്ങനെയാണ് എൻക്വയറി പോകണമെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ബിക്കോസ് ഐ റെസ്പെക്റ്റ് ഈ ഒരു എൻക്വയറി പ്രോസസ്സിനെ. പിന്നെ നമ്മളത് കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ പറയാൻ പാടും. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒരു നോട്ടീസ് വന്നു. ഞാൻ എൻക്വയറി സ്റ്റിൽ ഫേസിങ് ആണ്. നാളെയാണ് ഞാൻ ഫിസിക്കലി പോയിട്ട് മലപ്പുറം ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ വിളിച്ച ആ എൻക്വയറി ടീമിൻ്റെ മുന്നിൽ അപ്പിയർ ആവേണ്ടതും എൻ്റെ ഒരു വേർഷൻ കൊടുക്കേണ്ടതും. ഓൾറെഡി ഞാൻ മെയിൽ അയച്ച് കൊടുത്തൊരു വേർഷൻ ഉണ്ട്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ എന്നുള്ളതാണ് സ്കീം. അതുകൊണ്ട് ഞാൻ നാളെ പോയിട്ട് അത് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം മേ ബി എനിക്കും ഈ പറഞ്ഞ പോലെ സത്യം പറഞ്ഞതിനും നീതിക്ക് വേണ്ടി നിന്നതിനും ഒരു പ്ലെയറെ സപ്പോർട്ട് ചെയ്തതിനും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നതിനും
എനിക്കും നാളെ 3 അല്ലെങ്കിൽ ആജീവനാന്തകാലോ വിലക്ക് വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്താണെങ്കിലും ഞാനത് നിങ്ങളെ അറിയിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ശ്രീശാന്തിന് കിട്ടിയ ടൈമിൽ തന്നെ എനിക്കും കിട്ടി നോട്ടീസ്. ശ്രീശാന്തിന് ഇപ്പോൾ വിലക്കും കിട്ടി. ഇനി ശ്രീശാന്ത് എന്തായിരുന്നു അന്ന്? ഇപ്പോൾ ഇവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എന്തോ അതിഭീകരമായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വളരെ മോശമായി ധാറടിച്ച് കാണിക്കുന്ന രീതിയിൽ പദപ്രയോഗവും അല്ലെങ്കിൽ വ്യക്തിഹത്യയും നടത്തി എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ സംസാരിച്ച് വെച്ചിട്ടുള്ളത്. അന്ന് ശ്രീശാന്ത് ചാനലിൽ വന്ന സമയത്ത് ഓക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം. വളരെയധികം സങ്കടമുണ്ട്. ഇതുപോലെ വളരെ മോശമായി സ്വന്തം അസോസിയേഷൻ നമ്മുടെ പ്ലേസിന്റെ കൂടെ നിൽക്കണം. കാരണം കേരളത്തിൽ നിന്നുള്ള ആകെ ഒരു താരം ഇപ്പൊ സഞ്ജു സാംസൺ ആണ്. അത് സഞ്ജുവിന്റെ ആറ്റിറ്റ്യൂഡിനല്ല. സഞ്ജു ഇത്രയും മാച്ചസ് കളിച്ച് ലിറ്ററലി ബേൺഡ് ഔട്ട് തന്നെയാണ്. അതുകൊണ്ട് അവനൊരു ബ്രേക്ക് എടുത്തതാണ്. അത് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഡിസിഷൻ. ഐ ആം നോട്ട് റിയലി ഹാപ്പി വിത്ത് ഇറ്റ്. സഞ്ജുവിനെ തീർച്ചയായിട്ടും പരിഗണിക്കണം. നമ്മുടെ നാടാണ്, നാട്ടുകാരും അതിന് സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരു പ്ലെയറിനെ ഇല്ലാതാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു പ്ലെയറിനെ ഉണ്ടായിക്കൊണ്ടുവരാനാണ് ഏറ്റവും പാട്. ചാമ്പ്യൻസ് ട്രോഫിയിൽ കൺസിസ്റ്റന്റ് ആയി ഇന്ത്യക്ക് വേണ്ടി 106-7 ഇന്നിംഗ്സിൽ 400s എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അൺബിലീവബിൾ. ആൻഡ് ഈസ് പെർഫോംഡ് എക്സ്ട്രീംലി വെൽ. സോ ഇറ്റ്സ് വെരി ഡിസപ്പോയിന്റിങ്. ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തില്ലാത്തത് കൊണ്ട് ഇപ്പൊ ഇവിടെ പറയുന്ന ആളുകളിൽ എന്തോരം ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ക്രിക്കറ്റ് കളിച്ചത് ഇത്രയും നല്ല എക്സ്ട്രീം ലെവൽ ഓഫ് ഫിറ്റ്നസ് എല്ലാം ചെയ്ത് സഞ്ജു ഇതുപോലെ പെർഫോം ചെയ്യുമ്പം ഒരു ഫിറ്റ്നസ് ക്യാമ്പ് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് മാച്ചസ് ഒന്നും സഞ്ജുവിന് കളിക്കേണ്ട ആ കാര്യമില്ല. അതൊക്കെ നമ്മുടെ ആ കാലം കഴിഞ്ഞു. സഞ്ജുവിനെ കിട്ടുന്നത് നമ്മുടെ ഭാഗ്യമാണ്. നമ്മുടെ കേരളത്തിന് വേണ്ടി കളിക്കുന്ന ഒരു അവസരം കിട്ടുമ്പോൾ ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ദോസ് യങ്സ്റ്റേഴ്സ്. ഈഗോയിസ്റ്റിക് ഡിസിഷൻ മേക്കിംഗ് ഒരു ക്രിക്കറ്റ് കരിയർ ഡിസ്ട്രോയ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, 1 ലൈൻ ആണെങ്കിലും 2 ലൈൻ ആണെങ്കിലും ഹി ഡിഡ് സേ ദാറ്റ് റൈറ്റ്. ഹി വിൽ അറ്റൻഡ് വിജയസാര്യ മാച്ചസ്. ക്രിക്കറ്റ് കളിച്ച് എക്സ്പീരിയൻസോടുകൂടി ക്രിക്കറ്റേഴ്സിന്റെ മൈൻഡ് സെറ്റും ക്രിക്കറ്റേഴ്സിന്റെ ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നവരും കൂടെ അസോസിയേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ. ശ്രീശാന്ത് ഈ സംസാരിച്ചതിൽ എവിടെയെങ്കിലും മോശമായൊരു വാക്ക് ഉപയോഗിച്ചു? ആകെ പറഞ്ഞത് എന്താ? ക്രിക്കറ്റ് അറിയുന്ന, ക്രിക്കറ്റ് കളിച്ച് ക്രിക്കറ്റ് ഹയർ ലെവലിൽ കളിച്ചിട്ടുള്ള ആളുകളൊക്കെ ഈ പറഞ്ഞ അസോസിയേഷനൊക്കെ തലപ്പത്തിരിക്കുകയാണെങ്കിൽ ഒരു പ്ലെയറിൻ്റെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കാം. സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ വ്യക്തി വിജയസാര്യ ട്രോഫിയുടെ ക്യാമ്പ് വിളിച്ച സമയത്ത് അയാൾ ഓൾറെഡി ഇന്ത്യ കളിച്ച് വന്ന് അയാൾ കുറേ സെഞ്ചുറിയൊക്കെ അടിച്ച് ഓൾറെഡി അയാൾക്കൊരു റിക്കവറി സ്റ്റേജ് വേണമെന്നുള്ള രീതിക്ക് പേഴ്സണൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ കാരണം ക്യാമ്പിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് ആദ്യം പറഞ്ഞു. വീണ്ടും ക്യാമ്പ് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് അവർ കൺസിഡർ ചെയ്തില്ല. അപ്പോൾ ഒരു പ്ലെയർ സ്വന്തം പ്ലെയറിൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക ആൻഡ് അതിൻ്റെ കൂടെ തന്നെ സ്വന്തം പ്ലെയറിനെ നാഷണൽ സ്ക്വാഡിന് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യേണ്ടത് ഇവിടുത്തെ അസോസിയേഷനാണ്. അല്ലാതെ ഈഗോ മനസ്സിൽ വെച്ചിട്ടുള്ള കളിയല്ലല്ലോ കളിക്കേണ്ടത്. അത് കൃത്യമായിട്ടല്ലേ ശ്രീശാന്ത് പറഞ്ഞത്. അതിലെവിടെയും ഒരു അസോസിയേഷനെയോ ഒരു വ്യക്തിയോ പോയിൻ്റ് ഔട്ട് ചെയ്തൊരു മോശമായിട്ടുള്ള പദപ്രയോഗമോ കാര്യങ്ങളോ ഒന്നും ശ്രീശാന്ത് നടത്തിയിട്ടില്ല. എന്നിട്ടും ശ്രീശാന്ത് എന്ന് പറഞ്ഞ ക്രിക്കറ്റർക്കെതിരെ ഇവർ 3 വർഷത്തെ വിലക്ക് എന്ന നടപടി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയം കാണില്ലേ? പൊളിറ്റിക്സ് ഓഫ് വോട്ട് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ശ്രീശാന്ത് ഇന്ന് ഇൻസ്റ്റാഗ്രാമിലിട്ട ഒരു സ്റ്റോറി ഉണ്ട്. അതായത് ഈ വിലക്ക് വന്നതിന് റിപ്ലൈ കൊടുത്തതാണ്. നമസ്കാരം നാട്ടുകാരെ, കൂട്ടുകാരെ, വീട്ടുകാരെ, നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എനിക്കെതിരെ 3 വർഷത്തെ ബാൻ എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്നറിയില്ല ഞാൻ ചെയ്ത തെറ്റ്. എനിക്ക് ഇത്രേ ചെയ്തിട്ടുള്ളൂ. നല്ലൊരു കാര്യം ചെയ്തു, നല്ല കാരുണ്യ പ്രവർത്തനം. കാരണം നമ്മുടെ സ്വന്തം ഗോഡ്സോൺ കൺട്രിയുടെ ഗോഡ്സോൺ സണ്ണെ സഞ്ജുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തു. അസോസിയേഷന്റെ എതിരെയല്ല ഞാൻ പറഞ്ഞത്. അസോസിയേഷനിൽ ഇരിക്കുന്ന ആളുകൾ ക്രിക്കറ്റ് കളിച്ചവരും ആയിരുന്നെങ്കിൽ നല്ല ലെവലിൽ ക്രിക്കറ്റ് കളിച്ചവർ ടിനുചേട്ടനൊക്കെ പോയിട്ട് കുറെ നാളായി. എനിക്ക് തോന്നുന്നു ടിനുചേട്ടനെ പോലുള്ള ആളുകൾ അസോസിയേഷനിൽ വന്നാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് മാത്രമാണ് പറഞ്ഞത്. അഡ്മിനിസ്ട്രേഷനിലെ ആളുകൾ എന്തുകൊണ്ടാണ് അത് വളച്ചൊടിച്ച് എന്നെ ടാർഗറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ എന്ന് പറഞ്ഞ ഒരു ആഗ്രഹവുമില്ല. അതോ വോട്ടിനുള്ള പേടിയാണോ എന്നറിയില്ല. എന്താണെന്ന് അറിയില്ല. നിങ്ങൾ നാട്ടുകാർ തീരുമാനിക്കുക. എന്തായാലും നന്ദിയുണ്ട്. നമ്മളെപ്പോഴും സഞ്ജുവിന്റെയും നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഏത് ക്രിക്കറ്ററും, മലയാളികളായ ഏത് ക്രിക്കറ്റർ ലോകത്തെമ്പാടും ഉണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കും. കേരളം എന്ന പേര് കേട്ടാൽ തിളയ്ക്കും ചോര ഞരമ്പുകളിൽ. ലവ് യു. ജയ് ഹിന്ദ്. ശ്രീശാന്ത് ഈ ഇട്ട സ്റ്റോറിക്കകത്ത് കുറേ ഇന്നർ മീനിങ്ങുകളുണ്ട്. അത് ക്രിക്കറ്റ് അറിയുന്ന, കേരള ക്രിക്കറ്റിൽ നടക്കുന്ന പൊളിറ്റിക്സും കേരള ക്രിക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അല്ലാതെ നോർമൽ ആൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ശ്രീശാന്ത് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ നോർമലായിട്ട് കാണുന്ന ഒരാൾക്ക്
പക്ഷെ എന്താ ഇവൻ ഈ വോട്ടിനെ കുറിച്ച് പറയുന്നത്, എന്ത് സെക്രട്ടറി പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നത്, എന്താ ഇവൻ ടിനുവിനെ കുറിച്ച് പറയുന്നത്, എന്താ കാര്യം എന്നുള്ളത് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ പ്ലെയിൻ ആയിട്ട് ഇട്ടാൽ മനസ്സിലാവില്ല. എനിക്ക് പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 30 വയസ്സും കഴിഞ്ഞു. ഓൾറെഡി ഇവർ ഈ പറഞ്ഞ എൻക്വയറി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്രിക്കറ്റ് ഇവരങ്ങനെയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ആ ഒരു അസോസിയേഷൻ, അവർക്കെതിരെ ആരെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ഓപ്പോസിറ്റ് ആരെങ്കിലും ഒരു ശബ്ദം ഉയർന്നു കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യുന്നത് ആ വ്യക്തിയുടെ ക്രിക്കറ്റ് ഇല്ലാതാക്കുക എന്നാണ്. ഓക്കെ, അയാളുടെ പാഷൻ, അയാളുടെ ഇൻട്രസ്റ്റ്, അയാളുടെ ആ ഒരു ഗെയിമിനോടുള്ള എല്ലാം ഇല്ലാതാക്കുക, ഗെയിം കളിപ്പിക്കാതിരുന്നിട്ടാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇന്ത്യ കളിക്കേണ്ട, IPL കളിക്കേണ്ട, നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്കുള്ള ക്രിക്കറ്റ് എന്നൊക്കെ ഉള്ളത് എനിക്ക് കിട്ടി. ഓക്കെ, ഇനി ക്രിക്കറ്റ് കളിക്കണമെന്നാണെങ്കിൽ കോർപ്പറേറ്റ് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ എനിക്കുണ്ട്. ഈ ബാംഗ്ലൂരിൽ പോയിട്ട് കളിക്കും, ഐ ഡോണ്ട് കെയർ. അപ്പോൾ ശ്രീശാന്ത് പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ശ്രീശാന്തിനെ ഇപ്പം 3 വർഷം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വിലക്കി? സിമ്പിളാണ് ആൻസർ, വോട്ട്. ശ്രീശാന്ത് ആ പറഞ്ഞു വെച്ച സ്റ്റോറിക്കകത്തുണ്ട്, വോട്ടാണ് വിഷയം. കഴിഞ്ഞൊരു 22, 23, 24 കൊല്ലങ്ങൾക്കിടയിൽ ഈ പറഞ്ഞ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തലപ്പത്തിരുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കസാരകളി കളിക്കുന്നു എന്നല്ലാതെ ഒരു കറക്റ്റ് ഓപ്പോസിഷനൊന്നും അവർക്ക് വന്നിട്ടില്ല. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഞാൻ പറയുകയാണ്, ABCD എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അവർ തന്നെ ചുറ്റും കൂടി ഇരുന്നിട്ട് ഒരു കൊല്ലം ഒരാൾ പ്രസിഡൻ്റായിട്ട് ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ അടുത്ത ടേൺ വരുമ്പോൾ അയാൾ സെക്രട്ടറിക്ക് നിൽക്കും, അടുത്ത ആൾ ട്രഷറർ ആവാൻ നിൽക്കും, അടുത്ത ആൾ വേറെ ഏതെങ്കിലും ഒരു അഡ്വൈസറി പോസ്റ്റിൽ നിൽക്കും. അങ്ങനെ ഒരു ബെൽറ്റ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ കുറച്ചധികം ഒരു 10-20 വർഷത്തിൻ്റെ മുകളിലായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തലപ്പത്ത് പല പൊസിഷനിലായിട്ട് ഇരുന്നിട്ട് അവരിങ്ങനെ ചുറ്റുകയാണ്. അവരെ ഒപ്പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ ചലഞ്ചിങ് ആയിട്ടോ ഇവിടെ ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ വന്നിട്ടില്ല. ഓക്കെ, ഇനി വരാനും പാടില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇത്ര കാലം ഓക്കെ, ഇവർ ഈ പറഞ്ഞ ഒരു 10-20 കൊല്ലമൊക്കെ ഓക്കെ. പക്ഷേ ഇപ്പം സംഗതി എങ്ങനെയല്ല. ടിനു യോഹന്നാൻ, ശ്രീശാന്ത്, ഇനിയും കളി നിർത്തി വരാനുള്ള ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ക്രിക്കറ്റേഴ്സ്, ഇന്ത്യ കളിച്ചവരും അല്ലെങ്കിൽ ഇനിയും അതിലും എന്താ പറയുക കുറച്ചൊരു താഴ്ന്ന ലെവലിലാണെങ്കിലും IPL ബാക്കി സെറ്റപ്പൊക്കെ കളിച്ചവരൊക്കെ കളി നിർത്തി വരുമ്പോൾ ക്രിക്കറ്റ് അറിയുന്നവർ, ക്രിക്കറ്റ് കളിച്ചവർ ഇതിൻ്റെ തലപ്പത്തിരിക്കണം എന്നുള്ളതല്ലേ. അങ്ങനെ ആവണം, എന്നാലേ ആ സ്പോട്ട് നന്നാവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ ഇപ്പോൾ ഒരു എലക്ഷൻ വരികയെന്ന് വിചാരിച്ചു. ആ എലക്ഷൻ വരുന്ന സമയത്ത് വോട്ടുണ്ട്. അത് എല്ലാ ജില്ലയ്ക്കും ഓരോ ഡിസ്ട്രിക്റ്റ് അസോസിയേഷനും ഒരു വോട്ടാണ്. ഓക്കെ, ആ ഡിസ്ട്രിക്റ്റ് അസോസിയേഷനുള്ള വോട്ടിനെ പുറമെ പിന്നെ ആൾക്കാർക്ക് വോട്ടുള്ളത് ആരൊക്കെയാണ്? ഇന്ത്യ കളിച്ച പ്ലേയേഴ്സിനാണ്, അതും ഇന്ത്യ കളിച്ച് റിട്ടയർ ആയ പ്ലേയേഴ്സിന്. സോ ശ്രീശാന്തിനൊരു വോട്ടുണ്ട്, ടിനു യോഹന്നാനൊരു വോട്ടുണ്ട്. ഇനി ഒരു റെയർ ചാൻസ് നോക്കിയാൽ ഇന്ത്യ കളിച്ചിട്ട് കേരളത്തിന് കളിച്ച ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബിൻ ഉത്തപ്പയാണ്. സോ അയാൾക്ക് വേണമെങ്കിൽ കേരളത്തിൽ വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ അയാളുടെ വോട്ട് അയാൾക്ക് കർണാടകയിൽ ചെയ്യാം. അത് അപ് ടു ഹിം. വേണമെങ്കിൽ അയാൾക്ക് കേരളത്തിൽ വോട്ട് ചെയ്യാം, കാരണം അയാൾ ഇന്ത്യ കളിച്ച പ്ലെയറാണ്, കേരളത്തിന് രഞ്ജി ട്രോഫി കളിച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ സാഹചര്യത്തിൽ 14 ജില്ല പ്ലസ് ടിനു യോഹന്നാൻ പ്ലസ് ശ്രീശാന്ത്, സഞ്ജു, പിന്നെ 3 വുമൻ ക്രിക്കറ്റേഴ്സ് ഓൾറെഡി പ്ലേയിങ് ആയതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് BCCI റൂള്. BCCI റൂള് ആസ് പെർ മൈ നോളേജ് 16 വോട്ട് KCAൻ്റെ വോട്ടിംഗ് സിസ്റ്റം വരുമ്പോൾ 16 വോട്ടാണ് കൗണ്ട് ചെയ്യുക. മെജോറിറ്റി കിട്ടണം ഈ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 വോട്ട് കിട്ടണം. 9 വോട്ട് കിട്ടണം അവർക്ക്, എന്നാലും മെജോറിറ്റി ആവുള്ളൂ. ഓൾറെഡി ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ മുന്നിൽ ഈ വേടൻ്റെ മൂടെന്ന് ഞാൻ അതാ പറഞ്ഞത്, വേടൻ സംസാരിക്കുന്ന പൊളിറ്റിക്സ് പോലെയാണ് ഇവിടെ കാര്യങ്ങൾ. തമ്പ്രാന്ന് പറഞ്ഞിട്ട് KCAൻ്റെ മുന്നിൽ ഇങ്ങനെ അടിയാളന്മാരെ പോലെ നിൽക്കുന്ന ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട്. ചില അസോസിയേഷനൊക്കെ വെറും പേപ്പറിൽ മാത്രമാണ്. ഓക്കെ, അവിടെ ലീഗും നടക്കാറില്ല, ഒരു ആക്ടിവിറ്റീസും നടക്കാറില്ല. അവിടെ റിബലായിട്ടൊരു ടീമും കാണും, അസോസിയേഷൻ്റെ പേരിലൊരു ടീമും കാണും, അതിനൊരു സെക്രട്ടറിയും പ്രസിഡൻറ്റും കാണും. എൻ്റെ അറിവിൽ ഓൾറെഡി ഒരു 4-5 ഡിസ്ട്രിക്റ്റ് അസോസിയേഷൻസ് ഈ പറഞ്ഞ വോട്ടിംഗ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള KCA ബെൽറ്റിനെതിരെ വോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവരെ കൂട്ടത്തിലേക്ക് ഈ പറഞ്ഞ ടിനു യോഹന്നാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്രീശാന്തോ കയറി കഴിഞ്ഞാൽ വീണ്ടും നമ്പർ കൂടും. ടിനു യോഹന്നാനും ശ്രീശാന്തും കയറി കഴിഞ്ഞാൽ
ചിലപ്പോൾ മേ ബി റോബിൻ ഉത്തപ്പ എങ്ങാനും വന്ന് വോട്ട് ചെയ്താൽ വീണ്ടും 3 വോട്ട് പിന്നെ അവർക്ക് ആഡായിട്ട് എന്തായി 5+3 8 വോട്ട് അങ്ങനെ ചാടിയ പണി പാളി. പിന്നെ ആരെങ്കിലും ഒരാൾ കൂടി മറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആളുകളുടെ മെജോറിറ്റിയാണ് പോവും. അങ്ങനെ ഒരു പേടി കാണും. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീശാന്ത് ഇപ്പോൾ സംസാരിച്ചതിൽ എന്താ പറഞ്ഞത്, എനിക്ക് സെക്രട്ടറിയും പ്രസിഡൻറ്റും ആവണ്ടാന്ന്. ഇത്രയും ഇന്ത്യ കളിച്ച് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, ഇപ്പോൾ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു ശ്രീശാന്താണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ആയിട്ട് നിന്നതെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ടവൻ്റെ പയ്യനടക്കം ടാലൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ കളിക്കുന്ന സെറ്റപ്പിലേക്ക് കൊണ്ടുപോകാൻ അയാളെ കൊണ്ട് പറ്റും. അയാളത് ചെയ്യും. മനസ്സിലായോ? അതാണ് ശ്രീശാന്ത്. ക്രിക്കറ്റിനെ കുറിച്ച് നോളേജ് ഉള്ള, ക്രിക്കറ്റ് അറിയുന്ന, ഹയർ ലെവൽ ഓഫ് ക്രിക്കറ്റ് കളിച്ച ടിനു യോഹനാനോ ശ്രീശാന്തിനെ പോലുള്ളവരോ ക്രിക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ, സെക്രട്ടറിയോ പ്രസിഡൻറ്റൊക്കെ ആയിട്ട് KCAൻ്റെ ഹയർ ലെവലിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ വലിയ മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പൈസ ഉള്ളവൻ്റെ മക്കൾ ക്രിക്കറ്റ് കളിക്കുന്നു. ഇവിടുത്തെ കുറേ കോച്ചുമാർ അക്കാഡമിയിലുള്ളവർ ക്രിക്കറ്റ് കളിക്കുന്നു, ഹയർ ലെവൽ ക്രിക്കറ്റ്. അല്ലാതെ എന്ത് ടാലൻറ്റഡ്, എത്ര പാവപ്പെട്ട ടാലൻറ്റഡ് കുട്ടികളുണ്ട്, അവരൊക്കെ എവിടെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. കുറവാണ്, വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു വോട്ടിൻ്റെ പരിപാടി, അതാണ് ശ്രീശാന്ത് പറഞ്ഞിട്ട് പറയാതെ പോയത്. പക്ഷെ ഞാനിപ്പോൾ പറയുമ്പോൾ സാധാരണക്കാർക്ക് അത് ക്ലിയർ ആവും. 14 ജില്ലേൻ്റെ വോട്ട് പ്ലസ് 2 റിട്ടയർ ഇന്ത്യ കളിച്ച പ്ലെയേഴ്സിൻ്റെ വോട്ട് എന്ന് പറയുമ്പോൾ 16 വോട്ട്. 16 വോട്ടിന് മെജോറിറ്റി കിട്ടാൻ 9 വോട്ട് വരണം. 9 വോട്ട് മെജോറിറ്റി കിട്ടാൻ വരണമെന്നുണ്ടെങ്കിൽ, ആ മെജോറിറ്റി എങ്ങാനും ശ്രീശാന്ത് സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ആവാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്തായി? പണി പാളി. ഇവർ ഈ പറഞ്ഞ കളിയൊന്നുമല്ല. ശ്രീശാന്ത് എങ്ങാനും നിന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ വോട്ട് പറയും. ശ്രീശാന്തിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വോട്ട് ചെയ്യാനുണ്ടാവും. ഇപ്പോൾ ഇവർ ഉണ്ടാക്കി വെച്ച ബെൽറ്റൊക്കെ മറിഞ്ഞ് കാണും. ഒന്ന്, ശ്രീശാന്ത് അങ്ങനെ നിൽക്കരുത്. 2, ശ്രീശാന്തിലൂടെ അല്ലെങ്കിൽ വരുന്ന വോട്ടുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറയണം, അത് നിൽക്കണം. അത് തന്നെ വോട്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സീനായിട്ടുള്ള കാര്യം. അപ്പം അങ്ങനത്തെ ഒരു വിഷയം ഇതിനകത്തുണ്ട് എന്നുള്ളത് ശ്രീശാന്ത് ഇട്ട സ്റ്റോറിയിൽ നിന്നും വ്യക്തമാണ്. ഞാനിപ്പോൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്കത് ക്ലിയർ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പം ഈ വിഷയം ആണ് എടുത്തെനിക്ക് പറയാനുള്ളത്. ഇനി ടിനു യോഹനാനോ അല്ലെങ്കിൽ അങ്ങനെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്, ഇവർ വിട്ടുപോയ ആൾക്കാരുണ്ട് ഇവിടുന്ന്. ഓക്കെ, ഇവർ പോയി, ലിറ്ററലി അവരെവിടുന്ന് പോയി? കേരളത്തിൽ നിന്നേ പോയി. അത് പോയി എന്നുള്ളതിൻ്റെ കാര്യം എന്താ പറയുക, ഇങ്ങനത്തെയൊക്കെ പൊളിറ്റിക്സ് ഇവിടെ നടക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പോയിരിക്കുകയാണ് അവർ. അല്ലെങ്കിൽ ഇവരാരും പോവില്ല, ഇതൊന്നും താങ്ങാൻ പറ്റൂല. അങ്ങനെ ഏകദേശം നിങ്ങൾക്ക് ഇവിടുത്തെ ഇപ്പം ഈ ഒരു 3 വർഷം ബാൻ വന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എന്നെപ്പോലുള്ള സംസാരിക്കുന്ന ആളുകളെ, ചോദ്യം ചെയ്യുന്ന ആളുകളെ എന്തിനും ഒരു ബാൻ ചെയ്തു എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. എന്നെ ബാൻ ചെയ്തിട്ടില്ല, ബാൻ ചെയ്യും എന്നുള്ളൊരു ഇതെനിക്കുണ്ട്. അപ്പോൾ അതിന് കാരണം, അല്ലെങ്കിൽ എനിക്കുള്ളൊരു എൻക്വയറി ഇപ്പോഴും എനിക്ക് ബാൻ തന്നെയാണ്. കാരണം എന്നെക്കൊണ്ട് KCAൻ്റെ ഒരു മാച്ചസും കളിപ്പിക്കുന്നില്ല, ഒന്നും ചെയ്യിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു നടപടി ചോദ്യം ചെയ്യുന്നവർക്കെതിരെ ഇവർ എന്തുകൊണ്ട് എടുക്കുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ കാലങ്ങളായിട്ട് ഡിസ്ട്രിക്റ്റ് വൈസും ഒരു കാര്യങ്ങളും നടക്കുന്നില്ലടേ. വളരെ കുറച്ച് ജില്ലകളിൽ മാത്രമേ പ്രോപ്പറായിട്ട് ഡിസ്ട്രിക്റ്റ് വൈസൊക്കെ ക്രിക്കറ്റ് ആക്ടിവിറ്റീസ് പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നടക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ എന്നെപ്പോലെ പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിക്കുന്ന അടിമകൾ, ഞാൻ അങ്ങനെ തന്നെ അടിവരായിട്ട് പറയുന്നു, പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിക്കുന്ന അടിമകൾ, കളിച്ച് കഴിഞ്ഞ അടിമകൾ, ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായ അടിമകൾ, അടിമത്വമാണ് ഇവിടെ പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിമകളാണ് ലിറ്ററലി. ചോദ്യം ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. കേരളത്തിലൊരു പ്രൊഫഷണൽ ക്രിക്കറ്റിൻ്റെ സെറ്റപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ഇടാം, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു ജില്ല എടുക്കുക, ഒന്നും വേണ്ട, എക്സാമ്പിൾ എൻ്റെ ജില്ല എടുക്കാം. എൻ്റെ ജില്ലയിലൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ക്ലബ്ബാണ്. ഓക്കെ, ഒരു ക്ലബ്ബ് ഇവിടെ, അത് ജോളി റോവേഴ്സാണ്. ആ ക്ലബ്ബിൽ കളിക്കുന്ന ആളുകൾക്ക് അവർ കുറേ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് കളിയും ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ സോണ്, അവർക്ക് കുറച്ചധികം, അത് അങ്ങനെയാണ്, പറയാതെ തന്നെ ഇവിടെ പ്രത്യക്ഷത്തിൽ ആരും അത് പറയില്ല. പക്ഷെ ഞാൻ പറയും, ഞാൻ കണ്ടിട്ടുള്ളത് ജോളി റോവേഴ്സിൽ കളിക്കുന്ന ഒരുപാട് പേര് സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ട്. അതോ ഇവിടെ പലരും ബിഹൈൻഡ്, ഒക്കെ ബാക്കിൽ, പുറത്ത് പറയാൻ പേടിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ക്ലബ്ബിൽ, ആ ഒരു ക്ലബ്ബിൽ കളിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ആ ക്ലബ്ബ് കളിച്ച് നമുക്ക് സ്റ്റേറ്റ് കളിക്കാം. കുട്ടികളുടെ ഇടയിലൊക്കെ പറയുന്ന ടോക്കാണ്, ഞാനൊക്കെ വളർന്നു വന്ന സമയത്തുള്ള ഒരു ടോക്ക് അതാണ്. മനസ്സിലായോ? അപ്പോൾ മെജോറിറ്റിയും ഒരു ക്ലബ്ബായിരിക്കും റൂൾ ചെയ്യുന്നത് ഒരു ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ എൻ്റെ ഡിസ്ട്രിക്റ്റിനെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു, അത് ജോളി റോവേഴ്സാണ് റൂൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു ക്ലബ്ബ് കാണും. ആ ക്ലബ്ബിനെ ചുറ്റിപ്പറ്റിയുള്ള ആരെങ്കിലും ആയിരിക്കും ആ ഡിസ്ട്രിക്റ്റിലെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ബാക്കി പരിവാരങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ കിടക്കുന്നത്. ഫൈൻ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സ്ട്രക്ചറിനകത്തുനിന്ന്
ഈ അടിമത്തത്തിൽ നിന്ന് എങ്ങനെ ആളുകൾ കയറി വരും? എല്ലാ ജില്ലയിലും ഇതേ സ്ട്രക്ചർ. ചില ജില്ലയിൽ ലീഗേ ഇല്ല. ഓക്കെ, ഒരു ആക്ടിവിറ്റീസും ക്രിക്കറ്റിന് നടക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് മലപ്പുറം ജില്ലയിൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ഫൈൻ. അല്ലാത്ത കുറേ ജില്ലകളിൽ ഒന്നുമില്ല, വളരെ ബ്ലാങ്കാണ്. അടിയും കച്ചറിയും പ്രശ്നങ്ങളൊക്കെയാണ് പല ജില്ലകളിലും. ഇപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമ്മളിപ്പോൾ അതേപോലെ ഏതെങ്കിലും ഒരു ആ ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ക്ലബ്ബിൽ കളിച്ചിട്ട് നമ്മൾ ഹയർ ലെവൽ ക്രിക്കറ്റിലേക്ക് കയറി പോയി എന്ന് വിചാരിച്ചു. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് ഈ ഡിസ്ട്രിക്റ്റ് വൈസ് സീനായി. ഏത് ജില്ലയിൽ നിന്നാണ്? മലപ്പുറത്ത് നിന്ന്, കോഴിക്കോട് നിന്ന്, കാസർഗോഡ് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, കൊച്ചിയിൽ നിന്ന്, കൊല്ലത്ത് നിന്ന്, മനസ്സിലായോ? ഓരോ ജില്ലകളിൽ നിന്നുള്ള പ്ലെയേഴ്സിൻ്റെ വേർതിരിവായി. ഓൾറെഡി ഡിസ്ട്രിക്റ്റ് വൈസ് നോക്കുമ്പോൾ ക്ലബ്ബ് ലെവൽ വേർതിരിവ്, അതിൽ തന്നെ ഡിവിഷൻ ലെവൽ വേർതിരിവ്, അവിടുന്ന് മാറി മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് അത് പിന്നെ ജില്ല നോക്കിയിട്ടുള്ള വേർതിരിവ്. അവിടുന്നും കയറി പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും ഈ പറഞ്ഞാതിരി ഒരു ഗോഡ് ഫാദർ വേണം, പൊക്കിയെടുത്ത് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. അങ്ങനെയൊക്കെയുള്ള വേറെ പരിപാടികൾ കുറേ. അങ്ങനെ ലാസ്റ്റ് കേരള ക്രിക്കറ്റ് ടീമിൽ നിങ്ങളെത്തി, നിങ്ങൾ സ്റ്റേറ്റ് കളിച്ചു, നിങ്ങളൊരു അവസ്ഥയായ പിന്നെയും പ്രശ്നം എന്താ പറയുക? നിങ്ങൾ KCAൻ്റെ അടിമയാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് നിങ്ങളെ സെലക്ട് ചെയ്തില്ല, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഒരു മാച്ചിൽ തന്നില്ല, ഒന്നും ചോദിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ വായ മൂടിക്കെട്ടി, നിങ്ങളെ കരിയറിൽ നിങ്ങളൊരു അടിമയാണ്. ഇവിടുത്തെ അവസ്ഥ അതാണ് പ്രൊഫഷണൽ ക്രിക്കറ്റിൻ്റെ കേരളത്തിൽ. സോ ഗൈസ്, ഇറ്റ്സ് ഹൈ ടൈം. സംസാരിക്കാനുള്ളവർക്കൊക്കെ ഇപ്പോൾ സംസാരിക്കാം. ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു സ്പീക്ക്. മനസ്സിലായോ? ശ്രീശാന്തിനൊക്കെ കൊടുത്ത ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത കാര്യം. അപ്പോൾ എന്നെയൊക്കെ ബാൻ ചെയ്തു, പല തോട്ടിക്ക് വിളിച്ചു പറഞ്ഞു, നോ വറീസ്, ഞാനൊന്നും ക്രിക്കറ്റിന് ഇനിയിപ്പോൾ ഒരു യൂസും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ശ്രീശാന്തൊന്നും അങ്ങനെയല്ല. ശ്രീശാന്തിനെ പോലുള്ളവരൊക്കെ ക്രിക്കറ്റിൻ്റെ മുകളിൽ വരണം, ടിനു യോഹനാനെ പോലുള്ളവരൊക്കെ ക്രിക്കറ്റിൻ്റെ മുകളിൽ വരണം, കേരള ക്രിക്കറ്റിൻ്റെ മുകളിൽ വന്ന് അങ്ങനത്തെ ആൾക്കാർ വന്നിട്ട് ഇവിടെ ഇനി മാറ്റം വരാൻ പോകുന്നുള്ളൂ. ക്രിക്കറ്റ് അറിയുന്നവർ, ക്രിക്കറ്റ് കളിച്ചവർ, ക്രിക്കറ്റിനെ കുറിച്ച് നോളജ് ഉള്ളവർ, they can make big change. ആ ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ വരണം. ഇവിടെ പേടിച്ചുകൊണ്ടായിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, ചേഞ്ച് തുടങ്ങണോ? നമ്മുടെ ജില്ലയിൽ നിന്ന് തുടങ്ങണം. പിന്നെ ഇതേപോലുള്ള മാറ്റങ്ങൾ വരണം. എത്ര കാലം എന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ നടക്കുക? സോ മാറ്റങ്ങൾ വരട്ടെ, മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ആ മാറ്റത്തിന് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ട് നമ്മൾ ആരെങ്കിലും അടിച്ചമർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂസ്, ഒരു കുഴപ്പമില്ല, ഏത് രീതിയിലും നേരിടാൻ റെഡിയാണ്. അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. സത്യം വിളിച്ചു പറയും, ന്യായം സംസാരിക്കും, ഫാക്റ്റുകൾ പറയുന്ന സമയത്ത് ഇതൊക്കെ പ്രതീക്ഷിക്കാം. പല രീതിയിലും നമ്മൾ അടിച്ചമർത്താം, ഇല്ലാതാക്കാൻ നോക്കാം. ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കൊട്ടേഷനൊക്കെ കൊടുത്താളെ ചിലപ്പോൾ തീർത്ത് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ്. ഒന്നുമില്ലെങ്കിൽ എന്താടാ, ലാസ്റ്റ് വീടിൻ്റെ പെരപ്പുറത്ത് മറ്റേ മൈക്ക് വെച്ച് കെട്ടിയിട്ട് ആണ് വിളിച്ച് പറയാൻ തുടങ്ങും. 10 ചാനലിനെ വിളിച്ച് വീടിൻ്റെ മുന്നിൽ നിർത്തും, എന്നിട്ട് ഓരിക്കൊണ്ട് കൊടുക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേരളത്തിലെ ക്രിക്കറ്റ്, പ്രൊഫഷണൽ ക്രിക്കറ്റിൻ്റെ വിഷയങ്ങളും സീനുകളൊക്കെ. ഓക്കെ, എന്താണെങ്കിൽ നാളെ എൻ്റെ എൻക്വയറി ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയിട്ട് എൻ്റെ എൻക്വയറിക്ക് ഇരുന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. ശ്രീശാന്ത് പറഞ്ഞതിൻ്റെ ഒരു ഇന്നർ മീനിങ്ങും പൊളിറ്റിക്സും വോട്ട് പൊളിറ്റിക്സൊക്കെ ഇതാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സാധാരണക്കാർ ഒന്നും ഈസിയല്ല. ഇവിടെ പണമുള്ളവനും പവറുള്ളവനും മാത്രമാണ് ഇവിടുത്തെ എല്ലാ സ്പോർട്സും ആക്സസ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ ഹയർ ലെവൽ ആക്സസ് ചെയ്യാൻ പറ്റുക. പാവപ്പെട്ടവർക്ക് ഇതൊക്കെ ആക്സസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിയുന്നവർ ഇതിൻ്റെ തലപ്പത്ത് വരണം.